ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും പ്ലീസ് ഓൺ ഗ്യാരേജ് ആൻഡ് ട്രാവലോഗിൻ്റെ പുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളെന്തായാലും പറയുന്നത് ഒരു കാറാണ്. നമ്മളുടെ ബുഗാട്ടിയുടെ W16 മിസ്ട്രലാണ്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു കാറിൻ്റെ ഫോട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാറ് തന്നെയാണ് സംഭവം. സോ ടിക്കറ്റ് കാറാണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് എന്തായാലും നമ്മൾ ആദ്യം പറയാം. പ്രൈസൊക്കെ ആയിരിക്കും ആദ്യം ആർക്കും എല്ലാവർക്കും കേൾക്കാനുള്ളൊരു ആകാംക്ഷ എന്ന് പറയുന്നത്. USA പൈസ ഡോളേഴ്സ് പറയുമ്പോൾ $5 മില്യൺ വരും. ഇന്ത്യൻ രൂപ വരുമ്പോൾ ഒരു 40 കോടി അത്രയെങ്കിലും വരും. സോ എന്താ ഇതിൻ്റെ ഫീച്ചേഴ്സോട്ട് കാണാനോ. അപ്പോൾ BRT BMW പറയാൻ കേട്ടോ ശരിക്കും. അപ്പോൾ BRT ബുഗാട്ടി W16 മിസ്ട്രൽ എന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വേഗതയേറിയ ഓപ്പൺ ടോപ്പ് ഹൈപ്പർ കാറാണ്. അതായത് നമ്മൾ നേരത്തെ 7-ാം തീയതി നമ്മളുടെ ലാംബോർഗിനിയുടെ ഫെനോമിന റോഡ്സ്റ്ററിൻ്റെ ഓപ്പൺ ടോപ്പാണ്. അതുപോലെ തന്നെ ഇതും ഓപ്പൺ ടോപ്പാണ് ബുഗാട്ടിയുടെ. പിന്നെ വേഗതയേറിയ ഓപ്പൺ ടോപ്പ് ഹൈപ്പർ കാറാണ് ഇത്. 8 ലിറ്ററിൻ്റെ W16 ക്വാഡ് ടർബോജെറ്റ് എഞ്ചിനാണ് ഇതിൻ്റെ മെയിൻ. അതായത് ക്വാഡ് ടർബോചാർജ് ജെറ്റ് എഞ്ചിനാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്താണ് ക്വാഡ് ടർബോചാർജ് എഞ്ചിനുകൾ എന്നൊക്കെ പറയാം. സോ W16-നകത്താണ് മെയിനായിട്ട് യൂസ് വരുന്നത്. ബാക്കി ഒരു എഞ്ചിനകത്ത് യൂസ് വരുന്നില്ല. ഇതിനകത്ത് ക്വാഡ് ടർബോചാർജ്ഡ് W16 എഞ്ചിന് ക്വാഡ് ടർബോജെറ്റ് എഞ്ചിൻ വെച്ച് നമ്മുടെ ഈ ഒരു സിസ്റ്റം, അതിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ എക്സോസ്റ്റ്, അതായത് സൈലൻസർ, ഒരു ബുള്ളറ്റിൻ്റെ പുറകെ കൊണ്ടില്ല കുടു എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ശക്തമായ പുക അതിൻ്റെ സൈലൻസറിന് അടിക്കണം അനുഭവപ്പെടും. ഈ ഒരു പവറിനെ ഒരു ടർബൈൻ ഒന്നുകൂടെ കറക്കാനായിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യാം. ഈ ഒരു എനർജിയെ നമുക്ക് ഈ പുറന്തള്ളി പോകുന്ന എനർജിയെ നമുക്ക് ഈ പുറന്തള്ളി പോകുന്ന വായുവിനെ എന്താണ് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്ന പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ W16 എഞ്ചിന് പ്രവർത്തിക്കാനായിട്ടുള്ള ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും അതനുസരിച്ച് എന്താണ് ഈ എഞ്ചിനുകളെല്ലാം കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഈ W16 എഞ്ചിനെല്ലാം വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എഞ്ചിന് മെക്കാനിസം അതാണ്. പെട്രോൾ ഒഴിച്ചു ഈ ഓക്സിജൻ ഇൻടേക്ക് ചെയ്തു ഫയർ, അത് തീ ഉണ്ടായി. അതിൻ്റെ പെർഫോമൻസിൽ തന്നെ മിനിറ്റിൽ പിസ്റ്റൺ സിലിണ്ടർ അടങ്ങിയിരിക്കുന്ന ഒരു ചേമ്പറിനകത്ത് പിസ്റ്റണുകൾ ഒരു സെക്കൻഡിൽ ഒരു 10-300 പ്രാവശ്യത്തിന് മുകളിലെങ്കിലും പുള്ളിയും. അപ്പോൾ അത്രയും പെർഫോമൻസാണ്, അത്രയും സ്പീഡാണ് അതിനുള്ളത്. സോ അപ്പോൾ അത്രയും സ്പീഡ് കൊണ്ടാണ് നമ്മുടെ ഈ കാറ് അതിൻ്റെ ആ ഒരു എനർജിയെ നമ്മളുടെ വീലിലോട്ട് കണക്ട് ചെയ്യും, അതായത് ആക്സിലോട്ട് കണക്ട് ചെയ്താണ് വാസ്തവത്തിൽ ഈ കാറുകളെല്ലാം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ്. അപ്പോൾ എത്രത്തോളം എഞ്ചിൻ പവർഫുള്ളാണോ, എത്ര പിസ്റ്റൺ സിലിണ്ടർ എത്ര കൂടുന്നോ അത്രയും പവറായിരിക്കും കാറിനുള്ളത്. ഇപ്പോൾ V20 എഞ്ചിനാണെങ്കിൽ അത്രയും പവർ കാറിന് കൂടുതൽ കിട്ടും. V20 എഞ്ചിൻ ഇല്ല. എന്തായാലും ഇത് ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് ബാക്കി ഫീച്ചേഴ്സ് എടുത്ത് നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ് ടർബോജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യമാണ് എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ക്വാഡ് ടർബോജെറ്റ് എഞ്ചിനാണ് യൂസ് ചെയ്തത്. 1600 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 453.91 km/h വേഗത കൈവരിക്കുന്നു. എത്ര സ്പീഡാണ്? 99 യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. സോ വില ഏകദേശം 5 ദശലക്ഷം യൂറോ, ഏകദേശം 41 തൊട്ട് 71 കോടിക്ക് മുകളിൽ, അതായത് 41.75 കോടി വരും. ചിലപ്പോൾ 40 കോടിയുടെ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വെറും 99 യൂണിറ്റേ ഉള്ളൂ. സോ അപ്പോൾ ഇത് ഇത്രയും വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാശ് വരുന്നത്. പിന്നെ അതിൻ്റെ പ്രധാന സവിശേഷതകളാണ് ബുഗാട്ടി W16 മിസ്ട്രലിൻ്റെ എൻജിൻ ആൻഡ് പെർഫോമൻസ്. ഷിറോൺ സൂപ്പർ സ്പോർട്ട് 300+ ഉപയോഗിച്ച അതേ 8 ലിറ്റർ W16 എൻജിനാണ് മിസ്ട്രലിലും ഉപയോഗിക്കുന്നത്.
ഇത് പരമാവധി 1600 PS കരുത്ത് നൽകുന്നു. സോ അപ്പോൾ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് 2024 453.99 km/h വേഗത കൈവരിച്ച് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വേഗതയേറിയ റോഡ്സ്റ്ററായി ഇത് മാറി എന്നാണ് പറയുന്നത്. പിന്നെ ഡിസൈൻ, ഇതൊരു കാറിൻ്റെ മെയിൻ പെർഫോമൻസ് ആണ്. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മികച്ച കൂളിങ്ങിനായിട്ട് പുതിയ വെർട്ടിക്കൽ ഹെഡ് ലാമ്പുകളും അതുപോലെ തന്നെ റിയർ എയർ ഇൻടേക്കുകളും നൽകിയിരിക്കുന്നു. ഇൻറ്റീരിയറിൽ അലൂമിനിയം കാർബൺ ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തുക്കൽ എന്നിവ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. തുക്കൽ എന്താണെന്ന് നോക്കണം. തുക്കൽ അത് സംഭവം എനിക്കറിയില്ല. കാർബൺ ഫൈബർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയറിനകത്ത്. സോ പിന്നെ അപൂർവത, അതിൻ്റെ എന്താ പറയുന്നത്, അപൂർവമായിട്ടുള്ളത്, അതായത് 99 യൂണിറ്റുകൾ മാത്രം നിർമ്മിക്കുന്ന ഈ കാറ് ഇതിനകം പൂർണ്ണമായും വിറ്റ് തീർന്നു എന്നാണ്. അതായത് ഫുള്ളും വിറ്റ് തീർന്നു കഴിഞ്ഞു എന്നാണ് അത് അറിയാൻ കിട്ടിയത്. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഏകദേശം റൈഡ് നിങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ ഇവിടുത്തെ QR കോഡ് സ്കാൻ ചെയ്യാനും മറക്കരുത്. ഒരു QR കോഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ സ്കാൻ ചെയ്യാൻ മറക്കരുത്. ആ QR കോഡിൽ നമ്മുടെ സൈറ്റിലോട്ട്, നമ്മുടെ യൂട്യൂബിൻ്റെ സൈറ്റിലോട്ട് നേരെ കയറി ചെല്ലുന്ന ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സൈറ്റിലോട്ട് കൊണ്ടുവരും. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സൈറ്റിലോട്ട് കൊണ്ടുവരും. നേരെ സബ്സ്ക്രൈബ് ചെയ്യാനേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത്. ഞാൻ ഏത് വീഡിയോ അപ്പോൾ ഇടുന്നോ ആ വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ചോദിക്കുക. അതിൻ്റെ ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോയും വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ജൂൺ മാസമൊക്കെ ആയി. സോ അപ്പോൾ എന്തായാലും ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. സ്കൂളൊക്കെ തുറന്നു. അതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എപ്പോഴും എന്താണ് ഇടാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ ഈ വീഡിയോസ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെയാണ്. ജൂൺ മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തന്നെ. ഇതിപ്പോൾ ഈ എന്താണ് പറയുന്നത്, ഇതെല്ലാം മെയ് മാസത്തിൽ എടുത്ത വീഡിയോസ് എടുത്ത് ഫുൾ വീഡിയോസ് മെയ് മാസത്തിൽ എടുത്ത് ഏപ്രിൽ മെയ് മാസത്തിലെടുത്ത് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. സോ അപ്പോഴെന്തായാലും ഈ മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലൊക്കെ ഇട്ട ഷെഡ്യൂളാണ് ജൂണിലും മെയ്യിലും ഉണ്ട്. സോ മെയ്യിലും ഏപ്രിലുമായിട്ടുള്ള ഷെഡ്യൂളുണ്ട്. ഏപ്രിലിൽ ഇട്ട ഷെഡ്യൂൾ മെയ്യിലും, മെയ്യിലിട്ട ഷെഡ്യൂൾ ജൂണിലുമാണ് വരുന്നത്. ഇപ്പോൾ ജൂൺ അവസാനം വരെയാകുമ്പോൾ ഇതിപ്പോൾ 21-ാം തീയതി ഞായറാഴ്ചയാണ്. സോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ പറയുമ്പോഴേക്കിപ്പോൾ ജൂൺ 27-ാം തീയതി 21 ഞായർ നിങ്ങൾ കേൾക്കുന്ന രീതി പറയുന്നുള്ളൂ. ഇത് മെയ് 14-ന് എടുത്ത വീഡിയോ ആണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.